കെ സജീഷ്, ഇവിടെ എന്താണ് കുഴലപ്പം വിൽപ്പനയ്ക്ക് എന്ന ഒരു പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിവൈഎഫ്ഐ നേതാവ് വസീഫിന്റെ വക. ശല്യക്കാരനായ വ്യവഹാരി മാപ്പ് പറയണമെന്ന് CPM ആവശ്യം. ശരിയാണ്, ഇന്ന് CPM അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അത് പറയുക? പക്ഷേ ചോദ്യങ്ങൾ തീർന്നോ? ചാമക്കാല പറയും പോലെ 1,74,00,000 രൂപ എന്തിനാണ് കരിമണൽ കർത്ത ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത സേവനത്തിന് കൊടുത്തത്? ഈ നിമിഷം വരെയും ആരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അറിയാമെങ്കിൽ അറിയാവുന്ന എക്സാലോജിക്ക് കമാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല. 2019 കേന്ദ്ര സർക്കാർ ചട്ടഭേദഗതി വരുത്തി കേന്ദ്രം സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്നൊരു ഉത്തരവിറങ്ങിയതാണ്. ആ നിമിഷം ഖനനം നിർത്താമായിരുന്നുവെങ്കിൽ 4 വർഷം പിന്നെയും ഈ CMRL ഖനനം തുടർന്നു. നിർത്തലാക്കുന്നത് എപ്പോഴാണ്? ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ. മാസപ്പടി ചോദ്യങ്ങൾ അങ്ങനെ തീരുവോ കെ സജീഷ്? അല്ല, അങ്ങനെ നിങ്ങൾക്കൊക്കെ പല ലക്ഷ്യവും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെപ്പോൾ ചോദ്യം നിർത്തും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിരന്തര ഗൂഢാലോചനയാണ് ഇന്ന് വിജിലൻസ് കോടതിയുടെ വിധിയോടുകൂടി അത് പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ സൂചിപ്പിച്ച പോലെയല്ല, വളരെ കൃത്യമായി തന്നെ വിജിലൻസ് കോടതി വിധിയിൽ ഓരോ ഖണ്ഡിക വെച്ച് പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ വേണ്ടി കഴിയും. 27ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് ഈ പരാതി എന്ന് വളരെ കൃത്യമായി വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരം ഒരു പരാതി നൽകിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യവഹാരവുമായി വന്നത് എന്ന് കൃത്യമായി കോടതി വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. ആ തരത്തിലായിരുന്നു ലക്ഷ്യം എന്നത് കോടതി വിധിയിലൂടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഇളവുകൾ കൊടുത്തു എന്ന മാത്യു കുഴൽനാടൻ്റെ വാദം, ആ വാദം ഓരോന്ന് പരിശോധിച്ചാലും ഭൂപരിധി ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫയൽ വന്നപ്പോൾ സാധാരണഗതിയിൽ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം, നടപടിക്രമങ്ങൾ മാത്രമേ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ എന്ന് കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, കോടതി കൃത്യമായി പറയുന്നു, ഇവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്തു കൊടുക്കണമായിരുന്നെങ്കിൽ അതിന് 2 അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല. ആ 2 അവസരങ്ങൾ, ഒന്ന് ജില്ലാ കലക്ടറുടെ അനുകൂലമായ ഒരു റിപ്പോർട്ട് ലഭിച്ച ഘട്ടത്തിൽ വേണമെങ്കിൽ ഇവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു കൊടുക്കാമായിരുന്നു. രണ്ടാമത്തേത്, അപേക്ഷ പുനഃപരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്ന ഘട്ടത്തിൽ ആ തരത്തിൽ ഒരു ഇളവ് ഇവർക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു. ഈ ഘട്ടത്തിലൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കോടതി ഉത്തരവിൽ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇളവിനുള്ള അപേക്ഷ നിരസിച്ചത് 28/4/2023 25/10/2023 ആണ് ഉത്തരവുകൾ പാസ്സാക്കുന്നത്. എക്സാലോജിക്കിന് ഈ പറയുന്ന അവർ നൽകിയ സേവനവുമായി ബന്ധപ്പെട്ട് GST അടച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടച്ചുകൊണ്ട് തുക CMRL കൈമാറിയിരിക്കുന്നത് അടച്ച ശേഷമാണ് ഈ കാര്യം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും കോടതി ഉത്തരവിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർക്ക് പല ലക്ഷ്യവും ഉണ്ടാകും. ആ ലക്ഷ്യം വെച്ച് അവർ നീങ്ങിയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീട്ടി കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുഴൽനാടനും കൂട്ടരും പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ ആദ്യം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ഓരോ ഘട്ടത്തിലും തെളിവ് ഹാജരാക്കാൻ വേണ്ടി നിരന്തരം കോടതി ആവശ്യപ്പെടുമ്പോഴും ആ തെളിവൊന്നും ഹാജരാക്കാൻ ഇല്ല എന്ന് മാത്രമല്ല, ഉരുണ്ടുരുണ്ട് കളിച്ച് തൻ്റെ വാദങ്ങൾ വിഖണ്ഡവാദങ്ങളാക്കി മാറ്റിക്കൊണ്ട് കുഴൽനാടൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലൂടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരെ ഈ വിഷയം വിധി വരാതെ വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കേസ് കൊണ്ടുപോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആളുടെ വിശ്വാസ്യതയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയുമെല്ലാം നമ്മുടെ മുന്നിലുള്ളതാണ്. നേരത്തെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെ, അതിനുശേഷം അദ്ദേഹം ചിന്നക്കനാലിൽ റിസോർട്ടിൻ്റെ ഭൂമി വാങ്ങി അതിൽ 50 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറി എന്ന് കണ്ടെത്തിയതുൾപ്പെടെ, പിന്നെ അദ്ദേഹത്തിൻ്റെ കേസുവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളവർമ്മ കോളേജിൽ SFIയെ പരാജയപ്പെടുത്താൻ വേണ്ടി KSU ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിരുന്നല്ലോ, ആ കേസ് തോറ്റതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന PR വർക്കിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളായി കുഴൽനാടൻ നിൽക്കുകയല്ലേ. സ്വന്തം മുടി വരെ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന, തൻ്റെ മുടി കണ്ടിട്ടാണ് തനിക്ക് ആളുകൾ വോട്ട് ചെയ്തതെന്ന് പരസ്യമായി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രീയത്തിൽ താൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണെന്നും ജീവിതത്തിലുടനീളം ഇത്തരം പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെന്നും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വരുമ്പോൾ ചോദ്യങ്ങൾക്ക്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹം മറുപടി പറയാറില്ല.
അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോകാറാണ്. ഇപ്പോൾ ഈ കാര്യം പറയാനാണ് പത്രസമ്മേളനം നടത്തിയത്. എൻ്റെ കാര്യം ഞാൻ പിന്നെ പറയും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സകല തട്ടിപ്പും നടത്തി ഈ ഒറ്റ ദിവസം കൊണ്ട് ഇലക്ഷൻ നോമിനേഷനിലും രജിസ്ട്രേഷനിലും ഭൂമിയുടെ വില കോടികളുടെ വ്യത്യാസം പരസ്പരം വരുന്ന ഒരേ വാങ്ങിയ ഭൂമിയുടെ കോടികളുടെ വ്യത്യാസം വരുന്ന കുഴൽനാടൻ മേജിക് ഉണ്ടല്ലോ, ആ മേജിക്കൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു വ്യക്തമായ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അവരോട് ഞാൻ പിന്നെ പറയാമെന്ന് പറയും. കൂടുതൽ ചോദ്യം ചോദിക്കാൻ പല മാധ്യമപ്രവർത്തകരും തയ്യാറായിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളി വരുമ്പോൾ നിങ്ങൾ കൈരളിയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞ് സ്വതവേ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയും സ്വീകരിച്ചു. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി അദ്ദേഹം തനി ഫ്രോഡ് പ്രവൃത്തിയാണ് കാണിച്ചത് എന്ന് കേരളീയ പൊതുസമൂഹത്തിനുണ്ട്. ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിക്കാം. പക്ഷേ ഇതിന്റെ അടിസ്ഥാനപരമായ ചോദ്യം എന്താണ്? ഇതെങ്ങനെയാണ് ഈ പറയുന്ന വ്യവഹാരവും CMRL-ഉം കരിമണൽ കർത്തയും മുഖ്യമന്ത്രിയും ഒക്കെ പിക്ചറിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഗുരുതര കണ്ടെത്തലാണ്. അതെന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് കരിമണൽ കർത്ത കൊടുത്തു. അതിന് കൃത്യമായ ഉത്തരം പറയാതെ ഇനി ഏത് കോടതിയിൽ നിന്ന് എന്ത് വിധി വന്നാലും പരിശുദ്ധരാവുമോ? SK സജീഷ്. അല്ല, ഒരു കാര്യം, കോടതിയിൽ ജഡ്ജിയുടെ ഉത്തരവും അതിലെ ഖണ്ഡികകളും കാര്യങ്ങളും വായിച്ചുകൊണ്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഈ 24 ന്യൂസ് ഒരു കോടതിയാണെന്നും ഹാഷ്മി അതിലെ ഒരു പ്രധാന ജഡ്ജിയാണെന്നും അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്കെല്ലാം തെളിയിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ വന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അല്ല, ഞാൻ പറയട്ടെ ഹാഷ്മി, ഇപ്പോ വന്നത് കോടതിയിൽ വിധി പറയണമെന്ന് കരുതിയാൽ ഇത് കോടതിയിൽ അറിയേണ്ട കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് തീരങ്ങളെ കവർന്നു നിന്ന ഒരു കച്ചവടക്കാരൻ 1.25 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ ചോദ്യം അന്തരീക്ഷത്തിൽ മറുപടി കിട്ടും വരെ മുഴങ്ങില്ലേ? അതിന് മറുപടി കിട്ടിയാൽ പിന്നെ ഒന്നുമില്ല. അതിന് മറുപടി കിട്ടിയാൽ പിന്നെ ഈ കേസില്ല, SFIO കേസില്ല, ഇൻകം ടാക്സിൽ ഒരു ചുക്കുമില്ല. പക്ഷെ അതിന് മറുപടി കിട്ടണം സജീഷ്. അതിന് മറുപടി ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കേസ് ഒരു ചുക്കുമില്ല. ഇതൊക്കെ ഗൂഢാലോചന മാത്രമാണ്. ഞാൻ പറയട്ടെ ഹാഷ്മി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി പറയാനുള്ള അവസരവും കൂടി തരുമല്ലോ. ഹാഷ്മി ചർച്ച തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് S സുരേഷും ജ്യോതികുമാറും അതുപോലെ തന്നെ ഷോൺ ജോർജും ഹാഷ്മിയും ചേർന്നുള്ള പാനലാണ്. അതിൽ 5ാമനായിട്ടാണ് ഞാൻ ആളിരിക്കുന്നത്. അപ്പുറത്ത് BJPയുടെ 2 പ്രതിനിധി ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഷോൺ ജോർജും സുരേഷും ഉണ്ട് എന്നാണ് എന്നുള്ളത് ചർച്ചയുടെ പാനൽ കണ്ടപ്പോൾ തന്നെ താങ്കൾ വിവരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇന്ന് വന്ന കോടതി ഉൾപ്പെടെ അനാവശ്യമായിട്ടില്ലാത്ത കാര്യം ഉടക്കണല്ലേ സതീഷ്? മതിയായ സമയം എടുത്ത് പറഞ്ഞു, ഞാൻ ഇടപെട്ടപ്പോഴേക്ക് എന്റെ ചോദ്യം എന്താണ്, ഈ പറയുന്ന 1.25 കോടി രൂപയ്ക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദ്യമാണ് ചോദിച്ചത്. അതിന് മറുപടിയിൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞു ആഷ്മിയുടെ ചോദ്യവും ആഷ്മിയുടെ രീതി പറയട്ടെ. ആഷ്മി അങ്ങനെ പറഞ്ഞു പോയാലോ? ഞാൻ പറയുന്നതിൽ ആഷ്മിക്ക് പൊള്ളേണ്ട കാര്യമില്ല. നമ്മൾ സംവാദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പര വിമർശനങ്ങൾ ഉണ്ടാകും. ആഷ്മിയുടെ വിമർശനങ്ങൾ സൗഹാർദ്ദപരമായി കേൾക്കാൻ ഞാൻ തയ്യാറാണ്. തിരിച്ചും അങ്ങനെ തയ്യാറാകണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഹാഷ്മിയുടെ ചോദ്യം ഇപ്പോൾ ഈ പറഞ്ഞ നീതിയുടെ സൂര്യകിരണം ഈ കോടതി വിധിയിൽ ഉണ്ടാവുമെന്ന് ഹാഷ്മിക്ക് തോന്നില്ലല്ലോ. മറ്റു പലതിലും തോന്നും. പക്ഷേ ഇത് നീതിയുടെ സൂര്യകിരണമാണെന്നും തോന്നില്ല. അത് നീതിയുടെ സൂര്യകിരണം ഉദിക്കണമെങ്കിൽ അതിന് മറുപടി വരണം സജീഷേ. ഞാൻ ഈ പാനലിന്റെ കാര്യത്തിൽ കേരള സമക്ഷം നീതിയുടെ സൂര്യകിരണം ഉദിക്കണമെങ്കിൽ കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത 1.25 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് കൊടുത്ത 1.25 കോടി രൂപ എന്തിനാണ് എന്ന ചോദ്യത്തിന് മറുപടി വരുമ്പോൾ മാത്രമേ ഇടതുപക്ഷ പെർസ്പെക്ടീവിൽ നീതിയുടെ കിരണം ഉദിക്കൂ. അതല്ലാതെ എന്ത് കോടതി തോന്നിട്ടും കാര്യമില്ല സജീഷ്. അതിന്റെ അടിസ്ഥാന ചോദ്യം അതാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ആ ചോദ്യത്തിന് ഉത്തരവില്ലാത്തത് കാരണം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയ കാര്യം ശരിയാവോ? ഞാൻ പറഞ്ഞ് അല്ല അങ്ങനെയല്ലല്ലോ. ഒരു ചോദ്യത്തിനും ഉത്തരവില്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല. ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹാഷ്മിക്കിടയിൽ കയറി നമ്മൾ പറയുന്ന സംസാരത്തെ തടസ്സപ്പെടുത്തി കളയാം. പക്ഷെ ഹാഷ്മി ഒരു ചോദ്യം ചോദിച്ച് ആ ചോദ്യം കേട്ടതിന് ശേഷമാണല്ലോ ഞങ്ങളെല്ലാം മറുപടി പറയുന്നത്. അതുപോലെ തന്നെ ഉത്തരവും കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. കിരണങ്ങൾ തന്നെയാണ് ചാനൽ ചർച്ചയിലായാലും താങ്കൾ കാണിക്കൂ. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ കർത്ത കൊടുത്തത് എന്നുള്ളതിന് മാസം എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു പൂർത്തിയാക്കും. പറയൂ ഹാഷ്മി. ഒരു കാര്യം,
ഈ പറഞ്ഞ നേരത്തെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? CMRL അവർക്ക് നൽകിയിരിക്കുന്ന നികുതിയുടെ ഭാഗമായി വന്നിരിക്കുന്ന പിഴ കുറച്ചു കൊടുക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിലേക്ക് അവർ പോയ സാഹചര്യമാണ് ഉണ്ടായത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ. അങ്ങനെ പോയപ്പോൾ അവർക്ക് ആ തുക കുറച്ചു കൊടുക്കുകയും ഇതിൽ പിന്നീട് മറ്റ് വാദങ്ങൾക്കൊന്നും മറ്റ് വ്യവഹാരങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്ത സാഹചര്യമാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഇത്തരത്തിലുള്ള കുറേ പേരുകൾ എഴുതി വെച്ചു എന്നുള്ളതാണ്. ആ പേരുകൾ എഴുതി വെക്കുന്നതിന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ച പേരും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആ അന്വേഷണം നടത്തി ഇവിടെ ആരെങ്കിലും തൂക്കിക്കളയും എന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കില്ല. അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ ഇവർക്ക് ഈ കമ്പനികൾക്ക് ഫേവർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടൻ കോടതിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഫേവറും ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ ഈ കോടതി മാത്രമല്ല, ഈ കോടതി വാചകം അവസാനിപ്പിക്കട്ടെ ഹാഷ്മി, ഈ കോടതി മാത്രമല്ല നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉൾപ്പെടെ പോയ കോടതികളിലെല്ലാം അത്തരത്തിൽ വിധി ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരും അതിൻ്റെ ഏജൻസികളും അവരുടെ അഭ്യാസവും ഇവിടുത്തെ കോൺഗ്രസ് കൂടെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അഭ്യാസങ്ങളും എല്ലാം നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണല്ലോ. അത്തരം അഭ്യാസങ്ങളൊക്കെ പക്ഷേ സ്പഷ്ടമായി ഒരു ഫേവറും ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നത് ഈ കോടതി വിധിയോട് കൂടി എന്ന് പറഞ്ഞാൽ അതിനുള്ള കൃത്യമായ തെളിവില്ല എന്ന് കോടതി വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഭംഗിയായി പറയാൻ കഴിയാത്തവണ്ണം വളരെ ക്ലിസ്റ്റർ ക്ലിയർ പറയുമ്പോൾ തന്നെ താങ്കൾ ഈ പറയുന്ന കേന്ദ്രവേട്ടയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ താങ്കൾ ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അടക്കം രാഷ്ട്രീയ ഇടപെടൽ പറയുമ്പോൾ തന്നെ കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ കൊടുത്തു എന്നുള്ളത് സ്പഷ്ടമാണ്. അതിലുള്ള സേവനം എന്താണ് എന്ന ചോദ്യത്തിന്റെ മറുപടി ഒന്നുമല്ല സതീഷ്. 1, 2 രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന്റെ ഭാഗമായിട്ടാണ് 1, 2, 3, 4 അക്കവിട്ട് പറയാവുന്ന അക്കവിട്ട് വളരെ സിമ്പിളായി പറയാവുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങക്ക് പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അങ്ങക്ക് പറയാൻ കഴിയാത്തത്? അത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. പരസ്പര സേവനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അത് അങ്ങേക്കോ അങ്ങയുടെ പാർട്ടിക്കോ അങ്ങയുടെ പാർട്ടി സെക്രട്ടറിക്കോ AK ബാലനോ ആർക്കും അറിയാത്ത കാര്യമാണ്. പറയേണ്ടത് ആരാണ്? എക്സാലോജിക്കാണ്. എക്സാലോജിക്ക് കമാൻ ഒരു കീറക്കടലാസിൽ പോലും വേണ്ട. കോടതി പറ, ROC പറ സർ, ROC പറ. ROC പറഞ്ഞിട്ടില്ലല്ലോ. സർ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയല്ലോ അരവിന്ദ് ബി ദത്താർ. കർണാടക ഹൈക്കോടതിയിലേക്ക് പോയല്ലോ, അവിടെ പറഞ്ഞില്ലല്ലോ. അരവിന്ദ് ബി ദത്താർ എന്ന് പറയുന്ന കോടി വിലുള്ള അഭിഭാഷകനെ ഇറക്കിയല്ലോ, അവിടെ പരാജയമായില്ല ഉണ്ടായിരുന്നത്. CMRL കോടതിയിലേക്ക് പോയില്ലേ, രാംലല്ല അഭിഭാഷകൻ ഹാജരായില്ലേ അവിടെ? എന്നിട്ട് എന്താണ് ഉണ്ടായത്? ശരി സാറേ, ഇതൊക്കെ പറയുമ്പോഴും ആ ചോദ്യം പരമപ്രധാനമാണ്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വരാൻ എന്ത് താല്പര്യം സതീഷേ, എന്ത് താല്പര്യം എന്ന് പറഞ്ഞാലും ആ ചോദ്യം ഇടതുപക്ഷ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടത് പരമപ്രധാനമാണ്. എങ്കിൽ മാത്രമേ നീതിയുടെയും ധാർമ്മികതയുടെയും കിരണങ്ങൾ ഉദിക്കൂ. അതുവരെയുള്ളതൊക്കെ പൊയ്മുറം കൊണ്ട് എന്താണ് മൂടിക്കെട്ടലാണ് കിരണത്തെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം സതീഷ്. ശ്രീ എസ് സുരേഷ്, ഇവിടെ താങ്കളുടെ ഒരു അഭിഭാഷകൻ നിങ്ങൾ ഇപ്പൊ വന്ന കോടതി വിധി ഉൾപ്പെടെ പൊയ്മുഖമാണ്, മൂടിക്കെട്ടലാണ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ പച്ചയായ രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ രീതി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഒറ്റയ്ക്ക് മതിയാകില്ല എന്നുള്ളതുകൊണ്ട് 2 BJP പ്രതിനിധികളെ ഇരുത്തുന്നു ഈ ചർച്ചയിൽ. BJP പ്രതിനിധികളെ ഇരുത്തുന്നില്ല ഈ ചർച്ചയിൽ. താങ്കളല്ലേ നേരത്തെ പറഞ്ഞത്? എന്റെ മുന്നിൽ ടെലിവിഷൻ സ്ക്രീൻ ഇല്ല. അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാല, എന്തിനാണ് കാര്യമില്ലാത്ത കാര്യത്തിൽ പിടിക്കുന്നത്? താങ്കൾക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിലല്ലേ താങ്കൾ ഈ പറയുന്ന ആരോപണത്തിന് അടിസ്ഥാനമുള്ളൂ. സതീഷ്, താങ്കൾ ഇങ്ങനെ പ്രകോപനാവുന്നതാണ്. എന്റെ വളരെ സിമ്പിളായ ചോദ്യം, എന്റെ വളരെ ലളിതമായ ചോദ്യം മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ പ്രേരിതമായി കോടതിയിലേക്ക് പോയി മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ദിവസവും നിങ്ങളത് പറയുമ്പോൾ പോലും കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത 1.25 കോടിയുടെ സേവനം എന്താണെന്ന് കൃത്യമായി പറയാതെ ഈ ധാർമ്മികതയുടെ കിരണം ഉദിക്കില്ല എന്നാണ് എന്റെ സ്റ്റാൻഡ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. താങ്കൾ ഇപ്പോൾ മറുപടി പറയുന്നില്ല, താങ്കൾ മറുപടി അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എത്താം. സതീഷ്, ശ്രീ സുരേഷ്, ഇവിടെ സ്റ്റാൻഡ് അത്രയോ ഉണ്ടാവോ?
സേവനം കൊടുക്കേണ്ട സേവനവും കൊടുത്തിട്ടുണ്ട്. എന്താണ് സേവനം? അടക്കേണ്ട ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. സേവനം എന്താണ്? നിയമപ്രകാരം ആ സേവനം എന്താണ് അടക്കേണ്ടത്? എല്ലാ രീതിയിലും നിയമപരമായി ആ സേവനം എന്താണ് സജീഷ്? അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ആ സേവനം എന്താണ്? കൊട്ടിഘോഷിച്ച ഒരുപാട് സേവനം എന്താണ്? നിങ്ങളുടെ മാധ്യമ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ സേവനം എന്താണ്? ഒരു കാലഘട്ടത്തിലും അന്തിമ വിധിയായിട്ടില്ല. ആ സേവനം എന്താണ്? ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ തീർക്കുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും സേവനം എന്താണെന്ന് വളരെ ലോജിക്കലായി ചോദ്യം ചോദിക്കുമ്പോൾ വലതുപക്ഷ മാധ്യമം ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനകത്ത് ഞങ്ങളെ തളച്ചു കളയാമെന്ന വ്യാമോഹം. സേവനം എന്താണ് എന്ന മറുപടിയില്ല ചോദ്യം ചോദിക്കുമ്പോൾ വലതുപക്ഷ മാധ്യമം എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കുമോ? പോട്ടെ, അങ്ങേക്ക് മറുപടി അറിയില്ല, കൊടുക്കേണ്ട IT സേവനം കൊടുത്തിട്ടുണ്ട്. എന്ത് IT സേവനം? എന്നാ ഞാൻ ഒരു കാര്യം തിരിച്ച് ഹാഷ്മിയോട് അങ്ങോട്ട് ചോദിക്കാം. ഹാഷ്മിയോട് അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഹാഷ്മി 24 ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണല്ലോ. ഹാഷ്മി 24 ന്യൂസിനകത്ത് എന്ത് സേവനമാണ് കൊടുക്കുന്നത് എന്ന്, അവിടെ കൊടുക്കേണ്ട കൃത്യമായ സേവനമാണോ കൊടുക്കുന്നതെന്ന് പരാതി പറയേണ്ടത് 24 ന്യൂസ് ആണ്. അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് സേവനം കിട്ടിയില്ല എന്ന്? 24 ന്യൂസിന്റെ തലവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല. ഉണ്ടെങ്കിൽ 24 ന്യൂസിന്റെ തലവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹാഷ്മി ഒരു മുഖ്യമന്ത്രിയുടെ മകളല്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സേവനം കൊടുത്തിട്ടുണ്ടോ? സർ 24 ന്യൂസിന്റെ തലവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, ഹാഷ്മി മുഖ്യമന്ത്രിയുടെ മകനുമല്ല. ഇവിടെ പ്രശ്നം രണ്ട് കമ്പനികളല്ലല്ലോ സാർ. ഇതിലെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ്? അത് കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. അത് കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് കരിമണൽ കർത്ത തീരങ്ങൾ കാർന്നു തിന്നുന്നു എന്ന ആ തീരദേശങ്ങൾ കരയുന്ന കർത്ത പണം കൊടുത്തത് എന്തിനാണ് എന്ന് ഒറ്റ ചോദ്യമുള്ളൂ. ആ സേവനം കിട്ടിയില്ല എന്ന് കമ്പനി പറഞ്ഞു എന്നാണ് എന്റെ ചോദ്യം. കമ്പനി പറഞ്ഞു എന്നാണ് ഇന്റലിജൻസ് കണ്ടെത്തൽ. കമ്പനി പറഞ്ഞു, അവിടുത്തെ ടെക്നിക്കലോ അവിടുത്തെ IT ഓഫീസർ പറഞ്ഞേ അല്ലെന്നേ. അവിടുത്തെ IT ഓഫീസർ പറഞ്ഞു, ചോദിച്ചപ്പോ ഞങ്ങൾക്ക് അറിയില്ല എന്താ സേവനം പറഞ്ഞു. പറഞ്ഞത് തെറ്റാണ്. അവിടുത്തെ റെയ്ഡിന്റെ സമയത്ത് എഴുതി ഒപ്പിട്ട് വാങ്ങിയ കടലാസിലല്ലാതെ ഈ പറഞ്ഞ എല്ലാം നിഷേധിച്ച് അവർ കൃത്യമായി എന്ന 1.25 കോടി സേവനം എന്താണെന്ന് പറയാമോ? എന്ന 1.25 കോടി സേവനം പറയാമോ? ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യമാണ് സേവനം എന്താണ് എന്ന് SK സജീഷോട് ചോദിക്കുമ്പോഴേക്ക് താങ്കൾ പടർപ്പിൽ തള്ളി താങ്കൾ വലതുപക്ഷ മാധ്യമം എന്നൊക്കെ പറയാൻ പറ്റുമോ? അദ്ദേഹം നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ പറയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചർച്ച നടത്തില്ല. നിങ്ങൾക്ക് ചില താല്പര്യം കൊണ്ട് ആ പാനലുണ്ട്, നിങ്ങളുടെ രീതികളുണ്ട്. തിരുത്തിക്കാമെന്ന വ്യാമോഹമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. എന്റെ വായടപ്പിക്കാം. സജീഷ് സേവനം എന്താണെന്ന് ചുമ്മാ പറഞ്ഞാൽ മതി, പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ലഭിക്കേണ്ട IT സേവനം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയട്ടെ. MS ഓഫീസർ പവർ പോയിന്റ് നോട്ട്പാട വേഡ്പാട് ഒക്കെയാണ്. 25,000 ഞാൻ തരാം. അവരേതെങ്കിലും 25,000 രൂപ ഞാൻ തരാം. ഈ പറഞ്ഞ MS ഓഫീസർ നോട്ട്പാട വേഡ്പാട പവർ പോയിന്റ് ഒക്കെ ചേർത്ത് 25,000 രൂപ ഞാൻ തരാം. സജീഷ് അത്രയും പോലും വരില്ല എങ്കിൽ പോലും ഒരു 2,000 രൂപ ലാഭം ഞാൻ എടുത്ത് ഞാൻ തരാം. 25,000 രൂപ. ഹാഷ്മിയുടെ ഹാഷ്മിയോട് ആരാ പറഞ്ഞത്? ഹാഷ്മിയും കുറെ മാധ്യമങ്ങളും കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങളാണ് പവർ പോയിന്റും അതുപോലെയുള്ള കാര്യങ്ങളും അവർക്ക് ലഭിക്കേണ്ട. സേവനം എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് മെയിന്റനൻസ്. എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ? MS ഓഫീസ്, ഈ പറയുന്ന പവർ പോയിന്റ്, നമ്മൾ സാധാരണ ഓഫീസിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അവർക്കുള്ളൂ. അത് ഇവർ ഡെവലപ്പ് ചെയ്തതാണോ? അല്ല. എന്ത് മെയിൻ്റനൻസ് നടത്തി? ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നതല്ലേ? അല്ല, ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾ അല്ല സാർ, നിങ്ങളുടെ വേർഷനാണ്. അയ്യോ സജീഷ്, അല്ല അല്ലെന്നേ. CMR പറയുന്നതാണ്. നിയമത്തിന്റെ വടിയിൽ തെളിയിക്കേണ്ട സ്ഥലത്ത് CMR പറയുന്നതാണ് അവർക്ക് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്. ഈ സോഫ്റ്റ്വെയർ ഇവർ ഡെവലപ്പ് ചെയ്തതല്ല. ഞാനതാ സജീഷോട് പറഞ്ഞു. സേവനം ലഭിച്ചില്ല എന്ന് അവർ പറഞ്ഞോ? 25,000 രൂപയ്ക്ക് ഞാൻ സജീഷ് തരാമെന്ന് പറയുന്ന സേവനം 1.25 കോടി ചെയ്തെന്ന് പറയുന്നത് ചോദ്യം ഉണ്ടാവില്ലേ? പോട്ടെ, നമുക്ക് അത് നിൽക്കാം. ഞാൻ വരാം സജീഷ്. ഒരു കാര്യം, അത് അവർ പറഞ്ഞു അവർക്ക് വേണ്ട സേവനം കൊടുത്തില്ല എന്ന്. അവർക്ക് വേണ്ട സോഫ്റ്റ്വെയർ മെയിൻ്റനൻസും കാര്യങ്ങളും കൊടുത്തില്ല എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഇത് ചിത്രീകരിക്കുന്നു. നിങ്ങൾ അതിന്റെ ഭാഗമായി കേസ് അതാണല്ലോ രീതി. ഇത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല. പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഞങ്ങളെന്ന് കരുതിയോ? മറുപടി തന്നെയാ പറഞ്ഞത്. മറുപടി നിങ്ങൾ ഹാഷ്മി ഇരിക്കുന്നത് കോടതിയിലാണെന്നൊന്നും കരുതി പോകരുത്.
ഒന്നും കരുതിയില്ല സാർ. ആശ്മി ഇരിക്കുന്നത് ഞാനൊരു പാവപ്പെട്ടവനാണ്, സാധാരണക്കാരനാണ്. സാധാരണക്കാരനായ ഒരു പൗരൻ ചോദിക്കുന്നു, കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിക്ക്, കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് തീരങ്ങളെ കാർന്നു നിന്നുന്ന ഒരു മുതലാളി എന്ന് വിളിപ്പേരുള്ള കരിമണൽ കർത്ത 1.25 കോടി കൊടുത്ത സേവനം എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങ് ഇങ്ങനെ പറഞ്ഞു കളയില്ല. ഞാൻ അങ്ങനെയൊക്കെ പോട്ടെ, അതിന് മറുപടി ആർക്കും അറിയില്ല, അതുകൊണ്ടാണ്. ശരി, വിട്ടേക്കോ, അത് വിട്ടേക്കോ. ഒരു ആശ്മിയുടെ രീതിക്കനുസരിച്ച് ഇത് പറഞ്ഞാൽ പോരാ, അതിലപ്പുറം പറയണം.